ബിന്ദു ആരാ? ടീച്ചറാണോ? കേറി പോലെ ടീച്ചറെ, ഞാൻ താ വരുന്നു. വാ വാ, കേറി വാ ടീച്ചറെ. അതെ അതെ, കുറച്ച് ദിവസമായി വരണോന്ന് വിചാരിക്കണു. ഒന്നും നടക്കുന്നില്ലെന്നേ. കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്. വാ ടീച്ചറെ വാ. സ്കൂളിൽ സമയം കിട്ടുന്നില്ല. ഇപ്പൊ പിന്നെ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞിടാ. അപ്പൊ നട തുറന്നിട്ടില്ല. വാ ടീച്ചറെ. ഇരിക്കും ടീച്ചറെ. പിന്നെ എന്തൊക്കെയുണ്ട് ടീച്ചറെ വിശേഷം? സുഖമല്ലേ? കൊറേ നാളായി ടീച്ചറിനെ ഞാൻ കണ്ടിട്ട്. എത്ര ദിവസമായി കണ്ടിട്ട്. അന്ന് മോന്റെ കല്യാണത്തിന് വന്നതാ. അതിനുശേഷം പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ അപ്പുറത്ത് നമ്മുടെ സുശീലയുടെ മോൻ കുറെ ദിവസം കൊണ്ട് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ അപ്പുറത്ത് തന്നെ അമ്പലം ഉണ്ടല്ലോ. അപ്പൊ അമ്പലത്തിനും കൂടെ ഒന്ന് കേറാന്ന് വിചാരിച്ച് വന്നതാ. പക്ഷെ നട അടച്ചേക്കുവാ. പിന്നെ അവിടെ ഒന്ന് കയറി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെയും കൂടെ ഒന്ന് കേറാന്ന് വിചാരിച്ചു. മോനിപ്പോ നാട്ടിലുണ്ടോ? അത് തിരിച്ചു പോയോ? 2 മാസമല്ലേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. പിന്നെ അവിടെ മോക്കും കൂടെ ഒരു ജോലി സെറ്റ് ആക്കിയിട്ടാ. എൻഗേജ്മെന്റ് കഴിയുമ്പോഴേ ജോലിയൊക്കെ ആക്കിയായിരുന്നു. പിന്നെ അങ്ങനെ അവളും രണ്ടുപേരും കൂടെ ഒരുമിച്ചാ പിന്നെ പോയത്. ഇന്നത്തെ കാലത്ത് 2 പേർക്കൊക്കെ ജോലി ഉണ്ടെങ്കിൽ ജീവിക്കാനൊക്കെ പറ്റും. പോയല്ലേ? ജോലി കിട്ടിയേ നല്ലതാ. ഇന്നത്തെ കാലത്ത് 2 പേർക്കും ജോലി ഇല്ലാതെ നടക്കത്തില്ല. ഭയങ്കര കഷ്ടപ്പാടാന്നേ. നമ്മളെ മക്കള് എത്രയെന്ന് പറഞ്ഞിട്ടാ ഈ കുടുംബത്തിന് വേണ്ടിട്ട് ഇങ്ങനെ നടന്ന് മരിക്കുന്നത്. 2 പേർക്കും ജോലി ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് കാര്യങ്ങളൊക്കെ നടന്നു പോകുള്ളൂ. നമ്മുടെ സച്ചിൻ എന്തിയെ? അയ്യോ, ഞാൻ അവനൊരു കപ്പ് ചൂടുവെള്ളം എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ് നിന്നതാ ടീച്ചറെ. മറന്നുപോയി. ടീച്ചർ ഇരിക്കും, ഞാൻ താഴെ. അവന് ഇപ്പൊ തൊണ്ടയ്ക്ക് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം. അതുകൊണ്ട് എപ്പോഴും ചൂടുവെള്ളം കുടിക്കുള്ളൂ. എന്ത് ചെയ്യാനാ? ഇപ്പോഴത്തൊക്കെ ഓരോ പൊടിയും അലർജിയും കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ. അതിന്റെയാ കുഴപ്പം. മോന. ഹലോ, ആരും മോനാണോ വിളിക്കുന്നേ? ആഹാ, എന്താണാവോ? ചിക്കൻ കറി വെക്കുവാന്നോ? ആഹാ, കൊള്ളാലോ. മതി മതി മതി, 1 ടേബിൾ സ്പൂൺ മതി. മോക്ക് ഇന്ന് ഓഫാന്നോ? ആഹാ, ശരി മോനെ. നമ്മുടെ ജിത്തുവാ. ജിത്തു വിളിച്ച. മോന് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ? ടീച്ചറെ കൊള്ളാലോ ടീച്ചറിന്റെ മോൻ. അതെന്തേ അവിടെ ഒന്നും ചെയ്യില്ലേ? അതെന്താ സിന്ധു നീ അങ്ങനെ പറഞ്ഞത്? എന്റെ മോനെ ഉണ്ടല്ലോ, ഞാൻ ചെറുതിലെ ട്രെയിൻ ചെയ്ത് തന്നെയാ വളർത്തിയത്. അവൻ ആണായി പോയത് കൊണ്ട് അവൻ അതേ ചെയ്യാവൂ ഇതേ ചെയ്യാവൂ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ സിന്ധു, നിനക്ക് ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. എന്റെ പൊന്ന് സിന്ധുവേ, നമുക്കിപ്പോ എന്തെങ്കിലും ഒന്ന് ആയിപ്പോയി. നമ്മുടെ അടുക്കള പെൺപിള്ളേരൊന്നും ഇല്ല, നമുക്ക് ആൺപിള്ളേരല്ലേ ഉള്ളത്. അപ്പൊ അവരെ എന്തെങ്കിലും ഒക്കെ പഠിപ്പിച്ചു വെക്കണ്ടേ? എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ നമുക്ക് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ അവർക്ക് തന്നെ ഇരിക്കുന്നു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? എന്നാലും അവക്ക് അവിടെ നിന്ന് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് അങ്ങ് ചെയ്താൽ പോരെ? അല്ലെങ്കിൽ രാവിലെ എല്ലാം ചെയ്തു വെച്ചിട്ട് പോണം. അതിന് മുമ്പ് 5 വർഷം കൊണ്ട് അവൻ ദുബായിൽ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അവൻ എല്ലാ കാര്യങ്ങളും അറിയാം. ഇവിടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കും. എല്ലാം ക്ലീനിങ് ആയാലും അവന്റെ ജോലി ആയിരുന്നാലും ഇനി ഫുഡ് ഉണ്ടാക്കുന്നതെല്ലാം അവൻ നല്ല പോലെ തന്നെ എക്സ്പേർട്ടാണ്. പിന്നെ ഈ പറയും പോലെ പെൺപിള്ളേർക്ക് ഈ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ലേ. അവനും ജോലി ചെയ്തിട്ട് എന്തുമാത്രം സ്ട്രെസ്സുമായിട്ടായിരിക്കും വീട്ടിലോട്ട് കയറി വരുന്നത്. പിന്നെ വീട്ടിലെ ജോലി അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല എന്റെ സിന്ധു. ഒരു വീടാകുമ്പോ 2 പേരും ഒരുപോലെ തന്നെ ജോലി ചെയ്യണം. 2 പേരും ഒരുപോലെ ജോലിക്ക് പോകുന്നവരാ. അപ്പൊ ഒരുപോലെ വീട്ടിലെ ജോലികൾ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? ടീച്ചറെ, എനിക്കും ഉണ്ടൊരു മോള്. അവക്കും ഉണ്ടല്ലോ ജോലി. രാവിലെ എണീറ്റ് A to Z ജോലികളെല്ലാം ചെയ്ത് വെച്ച് ചോറും കറിയും എല്ലാം വെച്ചിട്ടാ അവൾ ഓഫീസിൽ പോകുന്നത്. ടീച്ചറിനത് വിളിച്ച് പറഞ്ഞുകൂടായോ? മോനാണോ ഇതൊക്കെ ചെയ്യുന്നേ? 2 പേരും, എനിക്ക് ആൺകുട്ടികളായും പെൺകുട്ടികളായും എല്ലാം ഒരുപോലെയാണ്. 2 പേരെയും ഞാൻ ഒരുപോലെ തന്നെ പറഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ സിന്ധുവിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് പറയാൻ ഞാനും സിന്ധുവും തമ്മിൽ തെറ്റും കേട്ടോ. അതിപ്പം നമുക്ക് വന്നു കയറുന്ന മരുമക്കളൊക്കെ ഇങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യും? ഒന്നും പറയാനില്ല ടീച്ചറെ, ചിലതൊക്കെ അങ്ങനെയാന്ന്. സിന്ധു എപ്പോഴെങ്കിലും സിന്ധുവിന്റെ മോളോട് ചോദിച്ചിട്ടുണ്ടോ, മോളെ നീ ഹാപ്പിയാണോ? അവള് ഹാപ്പിയാണോ ഞാൻ ചോദിക്കേണ്ട കാര്യമുണ്ടോ ടീച്ചറെ? അവളിപ്പോ അവളെ ഭർത്താവിന്റെ വീട്ടിൽ പോയി അവള് താമസിക്കുന്നു, അവള് ജോലി ചെയ്യുന്നു, അവള് തന്നെ അവിടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അഥവാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വന്നാലും ഞാനൊന്നും മിണ്ടായില്ല. ഞാൻ പറയും, നിന്റെ കുടുംബം അതാണ്, നീ അത് തന്നെ നീ അങ്ങ് നോക്കിപ്പോണം, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോണം. ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത്തിരി അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ എല്ലാ കാര്യം നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അതെ, അതെന്നെ പറഞ്ഞേ. സിന്ധു ഒന്നും ചോദിക്കുന്നില്ല. എന്താണ് അവള് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് ഇത്രയും സ്ട്രെസ്സിൽ വരുന്ന കുട്ടിയല്ലേ? സത്യം പറഞ്ഞാൽ സ്ട്രെസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോ ഒരു ഗ്ലാസ് ചായ കൊടുക്കാൻ പെൺകുട്ടികൾക്ക് ആരുമില്ല.
കുറേ വീടുകളിൽ നടക്കുന്ന കാര്യമാണ്. ഓഫീസിലെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരും, അത് കഴിഞ്ഞ് വീട്ടിലെ ജോലി, രാവിലെ വീട്ടിലെ ജോലി ഫുള്ളും ചെയ്ത് വെച്ചിട്ട് ഓടിപ്പടച്ച് ഓഫീസിൽ പോകുന്നു. ഓഫീസിൽ ചെന്ന് എല്ലാ ജോലികളും ചെയ്തിട്ട് പിന്നെ വീട്ടിൽ വന്ന് അടുത്ത് ബാക്കി ഉണ്ടാവും ജോലി. എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കേ. ഒരേ അമ്മായിയമ്മമാരും കണക്കാണ്, അമ്മമാരും കണക്കാണ്. എന്റെ സിന്ധു, നിന്നെ ഞാൻ തിരുത്താൻ ഞാൻ ആളല്ലേ? നമ്മൾ ഇത് പറഞ്ഞ് നമ്മള് തെറ്റും. ഇതൊന്നും അല്ല ഞാൻ പറയാൻ വന്ന കാര്യം. എനിക്ക് സിന്ധുവിനോട് ഒരു കാര്യം അത്യാവശ്യമായിട്ട് പറയണമെന്ന് തോന്നി. അതാ സംഭവം. എന്താ ടീച്ചറെ? ടീച്ചർ പറഞ്ഞോ? നമ്മുടെ സച്ചിനെ കുറിച്ച് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല ഞാൻ അറിയുന്നത്. ഞാൻ ഇന്ന് സുശീലനെ അവിടെ പോയപ്പോ സുശീലനെ പോലീസാണല്ലോ. അപ്പോ എന്നോട് അവൻ രഹസ്യമായിട്ടാ പറഞ്ഞത്. എനിക്ക് ഇത് വന്ന് പറയണോ വേണ്ടേ എന്നൊക്കെ ആദ്യം ഞാൻ വിചാരിച്ചു. പിന്നെയും വിചാരിച്ചു നമ്മളെ ചെക്കനെ നമ്മൾ അറിഞ്ഞിട്ട് അത് പറയാതിരിക്കുന്നത് ശരിയല്ല. നമ്മുടെ സച്ചിന്റെ പോക്ക് അത്ര ശരിയല്ല. അവൻ എന്തൊക്കെയോ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ എന്തൊക്കെയൊക്കെ അവൻ പറയുന്നുണ്ട്. എന്തായാലും എന്റെ സിന്ധു, നീ ആ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നമുക്കിത് സത്യമാണോ അല്ലേ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അത് മാത്രമല്ല, അവന്റെ കാര്യങ്ങളിലൊക്കെ ഇനി ഒരു ശ്രദ്ധയും വേണം. അവൻ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എന്താന്ന് വെച്ചാല് എന്റെ മോനോ, ടീച്ചറിനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. എന്റെ മോൻ അങ്ങനെയൊന്നും പോകത്തില്ല. എന്റെ പൊന്നു സിന്ധു, നിങ്ങൾക്ക് വിശ്വാസമൊക്കെ തന്നെയാ. നമ്മളെ മക്കളാണ്, നമുക്ക് വിശ്വാസമൊക്കെ തന്നെയാന്ന്. ഇത് മുമ്പും സിന്ധു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടോ അവൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. എനിക്ക് വിശ്വാസം, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുമില്ല. അവൻ അല്ലെങ്കിൽ ഒന്ന് മദ്യപിച്ചോ അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും, എന്തിനു പറയുന്നത്, പെൺപിള്ളേരെ ബാക്കിന്ന് പോലും പോകുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നല്ല പയ്യനാ ടീച്ചറെ. ഇപ്പോഴത്തെ കുറച്ചങ്ങ് വിഷമമൊക്കെ ഉണ്ട്. പിന്നെ നാട്ടുകാർ പലതും പറയുന്നത് എന്താന്ന് വെച്ചാല് വീടൊക്കെ വിറ്റില്ലേ, അപ്പൊ അവന് വേണ്ടിയിട്ടല്ലേ ഈ വീടൊക്കെ അങ്ങ് വിറ്റത്. അപ്പൊ അവർക്ക് ഭയങ്കര ഇത്, അത്രേ ഉള്ളൂ ടീച്ചറെ. അല്ലാതെ എന്റെ മോൻ, എനിക്ക് വിശ്വാസമാണ് ടീച്ചറെ എന്റെ മോനെ. അവനങ്ങനെ ഒരു ഇതുമില്ല. അങ്ങനെയാണെങ്കിൽ സ്വന്തം അമ്മയായി ഞാൻ അത് അറിയണ്ടേ? അങ്ങനെയൊന്നും ഇല്ല ടീച്ചറെ. ഇനിയിപ്പോ വല്ല കല്യാണവും കഴിഞ്ഞിട്ട് അവൻ ചീത്തയായി പോയാ അത് നമുക്ക് ചിലപ്പോ വന്നു കാരണം പെണ്ണിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും. പക്ഷെ എന്റെ മോൻ ഇപ്പോ അവന് ഒരു കുഴപ്പവും. ഇതിപ്പോ ഞാൻ പറയുന്നത് സിന്ധുവിന് വേണ്ടി മാത്രമല്ല, സച്ചിനും കൂടെ വേണ്ടിയിട്ടാണ്. അവന്റെ പോക്ക് ശരിയല്ലാന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് വന്ന് സിന്ധുവിനോട് പറഞ്ഞാൽ സിന്ധുവിന് ഇഷ്ടപ്പെടുത്തില്ല. ഇതിപ്പോ അറിഞ്ഞപ്പോ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. സിന്ധു എന്തായാലും അവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ടീച്ചറിനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. കുറെ ഉണ്ടല്ലേ നമ്മളെ അയൽവക്കത്തിലെ മറ്റേ സുശീല അവരൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര പറഞ്ഞ ഇതുപോലൊരു അസൂയ പിടിച്ച സാധനങ്ങൾ എന്റെ ജീവിതത്തിൽ കണ്ടില്ല ടീച്ചറെ. ടീച്ചറിനെ കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെ പറയുന്നു. ഇതൊക്കെ ഭയങ്കര ഭയങ്കര അസൂയ നിറഞ്ഞ സാധനങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഇതുപോലത്തെ കുറെ സാധനത്തിന് അവരൊക്കെയായിരിക്കും ടീച്ചർക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ അവനൊരു ജോലി ശരിയാക്കി കൊടുത്തില്ലായിരുന്നോ? പിന്നെ അവനെന്തോ കമ്പനിയിൽ എന്തോ ജോലി ആയിരുന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ടല്ലേ അവൻ ജോലി കളഞ്ഞിട്ട് പോയത്. അതിന്റെ മോൻ ഇവിടെ ഉണ്ട് ടീച്ചറെ. അവന് ജോലിയൊന്നും സെറ്റ് ആയില്ല. അവൻ എന്തോ ഒന്നും ശരിയായി പറ്റുന്നില്ല. ടീച്ചർ നല്ലൊരു ജോലിയാണ് വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെ അവൻ അങ്ങോട്ട് ആ ഓഫീസിലെ വർക്കൊക്കെ ഒന്നുമായിട്ടെ അവൻ ഉദ്ദേശിച്ച ജോലിയൊന്നും അല്ലല്ലോ അത്. അവൻ അതിനേക്കാളും വലിയ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെറിയൊരു ക്ലർക്കിനെയൊക്കെ പോലെ അവിടെ വന്ന് ഇരിക്കാന്നൊക്കെ പറഞ്ഞാൽ അവൻ അങ്ങനെയല്ലല്ലോ. പഠിത്തമാണ്, നല്ല പഠിത്തമുള്ള പയ്യനല്ലേ. അവൻ അങ്ങനത്തെ ജോലിയൊന്നും പറ്റില്ല ടീച്ചറെ. അതുകൊണ്ടാ ഇപ്പൊ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീട് വിൽക്കാൻ വേണ്ടി താമസിച്ചത്. നമ്മളിപ്പോ വാടക വീട്ടിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോ എന്റെ ചിത്തുവിനെ പോലെ തന്നെയാ സച്ചിനും. രണ്ട് പിള്ളേരും നല്ല രീതിക്ക് വരണമെന്ന് തന്നെയല്ലേ എന്റെ ആഗ്രഹം. ഈ ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോകുമ്പോഴ് അവന്റെ പഠിത്തവും വെച്ചിട്ട് അവന് ഭയങ്കര മനപ്രയാസം ടീച്ചറെ. അതാണ് ഏറ്റവും വലിയ കാര്യം. അവിടെ എപ്പോഴും റൂമിന്റെ അകത്താണ്. ഞാൻ വിളിച്ച് ആഹാരം കഴിക്കാന്ന് പറയുമ്പോ ഇറങ്ങി വരുന്നതാണ്. എന്തെങ്കിലും കഴിക്കും, വീണ്ടും എന്തൊക്കെയോ ഇരുന്ന് കുത്തി ഇരുന്ന് പഠിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും ഞാൻ പോയി നോക്കൂല, ശല്യം ചെയ്യാണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവില്ലേ. അവന്റെ കാര്യത്തിന് എന്താന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെന്ന് ഞാൻ വിചാരിച്ചു. നമ്മളെ പിള്ളേരെ അവൻ പഠിക്കട്ടെ, അവൻ പഠിച്ച് നല്ല കമ്പനിയൊക്കെ തുടങ്ങട്ടെന്ന് ഞാൻ വിചാരിക്കും. നടനാ തുറന്നു തോന്നുന്നു. ഞാനപ്പോ പോട്ടെ. ടീച്ചർ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ചായ എടുക്കുക. ചായ ഒന്നും വേണ്ടാന്നേ. എന്റെ സിന്ധു ചായ വേണ്ട. ഞാൻ അപ്പുറത്തുനിന്ന് ചായ കുടിച്ചിട്ടാണ് വന്നത്. ഞാൻ ദിവസത്തിൽ 2 ചായ കുടിക്കുള്ളൂ. രാവിലെ ഒരു ചായ, വൈകിട്ട് ഒരു ചായ. പിന്നെ ഞാൻ ചായയൊന്നും കുടിക്കാറില്ല. നിക്ക് ടീച്ചറെ, ഒരു ചായ കുടിക്കാന്ന്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട സിന്ധു. നീ അവനോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി വെക്ക്. നമ്മുടെ ചെക്കനാണ്,
ഇത് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ നീ എടുക്കണം. ഞാൻ ശ്രദ്ധിക്കാനൊന്നുമില്ല ടീച്ചറെ, ഞാൻ ശ്രദ്ധിക്കാനൊന്നുമില്ല. അവൻ ഒരു കുഴപ്പമില്ല ടീച്ചറെ, ടീച്ചറിന് വെറുതെ തോന്നുന്നതാ. ശരി എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ഇനി ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയി, ഇനി വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ഉണ്ടേ. ശരി, മക്കള് വിളിക്കും. ശരി എന്നാ പോയി വരട്ടെ. ശരി. 2 പിള്ളേരങ്ങ് വലിയ നിലയിലൊക്കെ ആയല്ലോ. എന്റെ കൊച്ചിനെ കണ്ട ഒന്നും അങ്ങനെ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന കണ്ടപ്പോ ഭയങ്കര ഇത്, പിന്നെ എന്റെ പിള്ളയാവും.